ശിവരാത്രിക്ക് കൊരട്ടിയിലമ്പലത്തിൽ പോയ വീഡിയോ ഇടാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. മടി. ശിവരാത്രിയും കഴിഞ്ഞ് തിരുവാതിരയും കഴിഞ്ഞ് കുത്തിയോട്ടച്ചൂടും കഴിഞ്ഞ് കുംഭകർണി ആവാറായി. ഇതുവരെയായിട്ടും ഈ ശിവരാത്രിക്ക് പോക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് ഞങ്ങൾ എല്ലാ വർഷവും ശിവാലയം പോകാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ഇട്ടിരുന്നല്ലോ. 3 വർഷം മുടങ്ങാതെ 12 ശിവാലയ ഓട്ടം 12 ശിവക്ഷേത്രങ്ങൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കാറുള്ളത്. 3 പ്രാവശ്യം പോയി. ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ പൊന്നൂസിനെയും കൊണ്ട് കൊരട്ടിയിലമ്പലത്തിലെ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി കാണാനായിട്ട് പോയതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചുറ്റുവിളങ്ങര കുംഭകർണി വരുവാണല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുത്തിയോട്ടച്ചുവട് വഴിപാടായിട്ട് നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പോകാം. അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കാൻ തോന്നും. നല്ല രസമുള്ള കുത്തിയോട്ടച്ചുവടുകളാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കുത്തിയോട്ടച്ചുവട് വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാൻ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനും പോയി. എല്ലാം കഴിഞ്ഞ് നമ്മുടെ മത്സരത്തിന് പോയിരുന്ന അപ്പുവമ്മാവനും വരാറായി. ഞങ്ങൾ തിരികെ പാമ്പാടിയിലും എത്തി. അപ്പുവമ്മാവനും വന്ന് കോളേജിലും പോയി തുടങ്ങി. എന്നിട്ടും എനിക്ക് ഈ വീഡിയോകളൊന്നും എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. കാര്യം നമ്മുടെ ഈ പൊന്നൂസാണ് കേട്ടോ. പൊന്നൂസ് ഇപ്പോഴേ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ എന്തോ ഈ പറയുന്നതിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടപ്പുണ്ട് നമ്മുടെ പൊന്നൂസ്. ഇത്രയും ദിവസം അപ്പുവമ്മാവനെ മിസ് ചെയ്തിരുന്ന അവൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അവൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ കുത്തിയോട്ടച്ചുവടൊക്കെ കാണാൻ ഞങ്ങൾ ഇവളെയും കൊണ്ടുപോയി. ശിവരാത്രിക്കും പോയി. അവിടെയുള്ള കടകളെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഒക്കെ ചോറ് കൊടുക്കാത്തതുകൊണ്ട് അമ്പലത്തിനകത്തോട്ട് കയറ്റിയില്ല. അതാ കണ്ടോ, നമ്മുടെ കണ്ണൻകുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ആ ശിവരാത്രിക്ക് പോയത്. നന്ദൂസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അവൾ പുറത്തിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. പൊന്നൂസും അമ്മയും പുറത്തിരുന്നു. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി. അപ്പോൾ ശിവേലിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ പൊന്നൂസിനെ കാണാനായിട്ട് അമ്പൂറ്റി പുറത്തിറങ്ങി വന്നു, ആനപ്പുറത്ത് ഇല്ലേടാ. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ആനയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പുറത്ത് ഭയങ്കര ഇഷ്ടം പോലെ കടകളാണ്, ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് അവളിരുന്നു. ഞങ്ങൾ പിന്നെ പതിവ് പോലെ എല്ലാ വർഷവും പതിവുള്ളതാണല്ലോ ശിവരാത്രിക്ക് കൊരട്ടിയിലമ്പലത്തിൽ പോക്കും. ശിവരാത്രിയുടെ അന്ന് മിക്കവാറും പോകാറുള്ളത്. ഇത് 2 ദിവസം മുമ്പെയാണ് പോയത്. കാര്യം അന്ന് ഭയങ്കര തിരക്കായിരിക്കും. അത് കാരണം നേരത്തെ പോയി. ഞങ്ങൾ പൊന്നൂസിനെയും കൂടെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് നേരത്തെ പോയി കടകളെല്ലാം കണ്ട് എല്ലാ കടയിലും കയറി ഇറങ്ങി കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നമ്മുടെ നന്ദൂസും കണ്ണനും കണ്ടോ. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കടയിൽ പോവുക. കണ്ണൻകുട്ടൻ ഇപ്പോൾ ആവശ്യമുള്ള എല്ലാം അവൻ തന്നെ പറഞ്ഞ് മേടിക്കും കേട്ടോ. അവന് ചുക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാവും വന്നേക്കുന്നത്, ട്രെയിൻ. അപ്പോൾ അതാ ശിവയിലേക്ക് ഇറങ്ങിയിരിക്കുവാണ് ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളത് കണ്ട് കുറേ സമയം അവിടെ നിന്നു. അതാ ഞാൻ പറഞ്ഞ അവൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട്. അതെ,
പിടിച്ചേ. കണ്ണ കിട്ടിയോ? ഞാൻ തരാം. എന്തേ? ഓ ഉദ്ഘാടനം കടല പിന്നെന്തോ ബട്ടർ സ്കോച്ച്. അമ്മയ്ക്കെന്തോ? അമ്മ സ്ട്രോബെറി ഇടാ. മാസ്ക് വെച്ചേക്കുന്നുണ്ട്, ക്ലിയർ ആയില്ല. വേണ്ട വേണ്ട. കമന്റി കണ്ണനിപ്പോൾ അതിനകത്ത് വീഴും കേട്ടോ, ഐസ്ക്രീം ബോളിനകത്ത്. എല്ലാം 20, 30. കണ്ണ കണ്ണ ചിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. ഗ്ലാസ് മേടിക്കാം. കുപ്പി ഗ്ലാസ് വേണോ? മോളി ഗ്രീൻ ആപ്പിൾ ഗ്ലാസ് സാധാരണ വേണം, ഉരുണ്ടിരിക്കുന്നത് വേണം. വേണ്ടല്ലേ? ഇനിയുണ്ട് കുപ്പി ഗ്ലാസിൻ്റെ അവിടെ. അവരെ കൊണ്ട് പോയി. പൊക്കി ഒന്നും വേണ്ട കേട്ടോ, അവൾ ഉറങ്ങിക്കോളും. പൊക്കി കടകളൊക്കെ ചോദിക്കാതൊക്കെ എടുക്കാവോ?
അണ്ണനുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോയാൽ അവരെയൊന്നും കാണത്തോലും ഇല്ല. ആ അതാണ്ട കിട്ടി കണ്ടു കിട്ടി കണ്ണ ചിക്ക് കിട്ടിയോ? എന്തോ മേടിച്ചേ ഒന്ന് കാണിച്ചേ. ആ ചിക്ക് ഇത് മേടിക്കാനാവും വന്നേ. കളിപ്പാട്ടം എടുത്ത് കാണിച്ചേ അവളെ. കളിപ്പാട്ടം എടുത്ത് കാണിച്ചു. ഏതൊക്കെ കളിപ്പാട്ടം വാങ്ങിച്ചൊന്ന് നോക്കട്ടെ, ഞങ്ങളൊന്ന് നോക്കട്ടെ. അതിങ്ങനെ കിലുക്കങ്ങ്. ആ ഉണ്ടായി. എത്ര? 150? നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ വെളിയിൽ കടയിൽ ചോദിച്ചപ്പോൾ ഇതിന് 560 രൂപയായിരുന്നു ഇത് വെളിയിൽ ചോദിച്ചപ്പോൾ. കണ്ടോ അതിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കഴിക്കാനൊക്കത്തില്ല. മൈലാഞ്ചി കുറേ കാലം മൈലാഞ്ചി. പിന്നെ പൊട്ട് തീർന്നിരിക്കുമായിരുന്നു. പൊട്ട്, ഐബ്രോ പെൻസിൽ, ലൈനർ മാത്രം വാങ്ങിച്ചിട്ടില്ല. എൻ്റെ പുറത്ത് വിടാൻ കഴിയാത്തവർക്ക് ഇത് കണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ തന്നെ മുടി കൊഴിച്ചില്ല. ഈ ഇതിട്ടല്ലേ, ഈ സ്ക്രഞ്ചീസ് ഇട്ടാൽ മുടി കൊഴിയത്തില്ല. കണ്ടേ ഇങ്ങനെ ഇപ്പം പോണിട്ടയിൽ ഇട്ടുന്നുണ്ട്. ഇതൊക്കെ എനിക്കിപ്പോൾ ആവശ്യം. ഇത്ര ഞാൻ വാങ്ങിച്ചുള്ളൂ. കമ്മലുകളൊന്നും വാങ്ങിച്ചില്ല. കമ്മലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ കമ്മല് മേടിക്കാൻ. അല്ല, ഇഷ്ടംപോലെ കമ്മലുകൾ എനിക്കുണ്ട്. പിന്നെ പുതിയ ഡ്രസ്സുകൾക്കൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. ഇപ്പൊ അങ്ങനെ പുതിയ ഡ്രസ്സുകളൊന്നും മേടിക്കുന്നില്ല. ഇനി ഞങ്ങൾ അമ്മാവനൊരു സാധനം വാങ്ങിച്ചല്ലോ. അമ്മാവൻ എന്താ മേടിച്ചേ? അമ്മാവന് വാങ്ങിച്ച സാധനം ഇതെന്റെ ടോയിന. മറ്റേ വെള്ള കളറിലെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, ഇതേ ഉള്ള ഞാൻ ചോദിച്ചായിരുന്നു. മറ്റേ ഹെയർ ബാൻഡ് ബ്ലാക്ക് കളർ ഇടുന്ന അതും ഇല്ലായിരുന്നു, ഞാൻ ചോദിച്ചായിരുന്നു, അതും ഇല്ല. ഇതാണ് അമ്മാവന് വാങ്ങിച്ചത്. പിന്നെ പാവ് ബജി. മസാലക്കപ്പണി പാവ് ബജി ഇത്തിരി നഷ്ടമായി. 80 രൂപ. പക്ഷെ വലുതാന്ന് തോന്നുന്നു കേട്ടോ. ബണ്ണ് നല്ലതായിട്ട് കുത്തിയത് 2 ഉണ്ട്.